what is really happening with Tamil movie industry, especially the big star movies? എനിക്കറിയില്ല എന്താ സംഭവം എന്ന്. ലേറ്റസ്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ തഗ് ലൈഫിൽ തന്നെ തുടങ്ങാം. എന്തൊരു വലിയൊരു കാസ്റ്റാണ്. ക്രൂ ആയി കഴിഞ്ഞാലും കാസ്റ്റ് ആയി കഴിഞ്ഞാലും കമലഹാസൻ, ചിമ്പു, തൃഷ, ജോജു, പിന്നെ അതിൻ്റെ പിന്നിൽ ക്രൂവിൽ വർക്ക് ചെയ്യുന്നത് ലെജൻഡറി ഡയറക്ടർ മണിരത്നം, മ്യൂസിക്കിലെ ഗോട്ടായിട്ടുള്ള എ ആർ റഹ്മാൻ. ഇപ്പം ഇവരൊക്കെ ചേരുമ്പോൾ എന്തുമാത്രം എക്സ്പെക്ടേഷൻ, ബട്ട് ദേ ഡെലിവേർഡ് എ പുവർ മൂവി. നറേഷൻ ഈസ് സോ പുവർ, സ്റ്റോറി മേക്കിംഗ് സോ പുവർ. ഇതുപോലെ തന്നെ ഒരുപാട് മൂവീസ് ഉണ്ട്, ബിഗ് സ്റ്റാർസിൻ്റെ ഒരുപാട് മൂവീസ്. സൂര്യയിലാണെങ്കിൽ കങ്കുവ, ശിവയുടെ കങ്കുവ വന്നു. അത് കഴിഞ്ഞ് കാർത്തിക് സുബ്രാജ്, വി ഓൾ എക്സ്പെക്റ്റഡ് ഒരു ഗ്രേറ്റ് മൂവി ആയിരിക്കുന്നു, ബട്ട് അതും വർക്കായിട്ടില്ല. പിന്നെ വല്ലത് ഗുഡ് ബാഡ് അഗ്ലി, റിയലി ക്രിയേറ്റഡ് ഫോർ ഓൺലി ഫോർ ഫാൻസ്. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ആ മൂവി കാണണ്ടേ. എന്തൊരു കച്ചറ മൂവിയാണ് ഗുഡ് ബാഡ് അഗ്ലി. അത് ആ പടം ഫാൻസിന് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ എന്നാൽ ഫാൻസിന് മാത്രം ടിക്കറ്റ് കൊടുത്താൽ പോരെ. അത് കഴിഞ്ഞിട്ട് ഗോട്ട്, എനിക്ക് ഗോട്ട് റീസെന്റ് ഒരു ആവറേജ് മൂവി കമ്പയർ ടു വാരിയസ് ബീസ്റ്റ് ഒക്കെ, ബട്ട് സ്റ്റിൽ ഗോട്ട് ഒരു ആവറേജ് മൂവി ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് വിജയുടെ മൂവി ആയിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ ഇതിലോട്ട് പോവാം. ശങ്കർ എടുത്ത് വെച്ചിട്ടുള്ളത് ഇന്ത്യൻ 2 വന്നു. ഇന്ത്യൻ വാസ് സോ ഗോഡ് മൂവി ഇൻ ഇന്ത്യൻ സിനിമ. പക്ഷെ അതിന് ഇന്ത്യൻ 2 വന്നപ്പോൾ അത് കംപ്ലീറ്റ് ഡിസാസ്റ്റർ ആയിപ്പോയി. അത് പിന്നെ അത് ഗെയിം ചേഞ്ചർ ചെയ്തു രാം ചരൻ്റെ കൂടെ. അത് പിന്നെ തമിഴല്ല, എന്നാലും തമിഴ് ഡയറക്ടറാണ്. ദാറ്റ് വാസ് ടു ബാഡ്. ആ മൂവി ഐ ഡിഡ്ന്റ് കംപ്ലീറ്റ് ഇറ്റ് ആക്ച്വലി. അത്രക്കും ബോറും. പിന്നെ മുരുകദോസിൻ്റെ സിക്കന്ദർ സൽമാൻ ഖാനായിട്ട് എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല അതിൽ. പിന്നെ അതുപോലെ മണിരത്നം ഇപ്പോൾ റീസെല് ചെയ്ത് വെച്ചിരിക്കുന്ന തഗ് ലൈഫ്. ഓൾറെഡി ഞാൻ സ്റ്റാർട്ടിങ് ഇതിൽ തന്നെ ആ പടത്തിനെ കുറിച്ച് പറഞ്ഞു, അതിലൊന്നും പറയാനില്ല. അപ്പോൾ രജനീകാന്ത് വേട്ടയാനൊക്കെ അതൊക്കെ ഒരു ആവറേജ് ഫീൽ. സോ ഓൾ ബിഗ് സ്റ്റാർസ്, ഹെവി ബഡ്ജറ്റ്, റിസൾട്ട് ആണെങ്കിൽ സീറോ വെരി പുവർ ആയിട്ടുള്ള റിസൾട്ടാണ്. ആവറേജ്, അതിൻ്റെ മേലോട്ട് ഒന്നുമില്ല, എല്ലാം ആവറേജ് ബിലോ ആവറേജ്, പിന്നെ ബിലോ ആവറേജ്. അതിൻ്റെ മേലോട്ട് ഒരു പടങ്ങളും ഇപ്പോൾ റീസെൻ്റ്ലി വന്നതില്ലല്ലോ. അതിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നിയത്, ഒരു ക്ലാസ് സ്റ്റൈലായി തോന്നിയത് വിടയമുയർച്ചി, അജിത്തിൻ്റെ പടം. പക്ഷെ അത് തിയേറ്ററിൽ അത് റണ്ണായിട്ടില്ല. കാരണം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇറ്റ് വാസ് എ ക്ലാസിക് മൂവി ആയിരുന്നു, നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് അത് റണ്ണായിട്ടില്ല. സോ എന്താണ് സംഭവം എനിക്കറിയില്ല. തമിഴ് മൂവി ഇൻഡസ്ട്രി, ദേ ഓൾസോ ഡെലിവേർഡ് ടൂറിസ്റ്റ് ഫാമിലീസ് സച്ച് എ ഗ്രേറ്റ് മൂവി, അതും 2025. സോ എന്താ സംഭവം എന്ന് അറിയില്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് പുവർ നറേഷൻ ആണോ, അതോ ന്യൂ ജനറേഷൻ, അതോ 2025 ദിസ് ടൈപ്പ് ഓഫ് മൂവി മേക്കിംഗ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് വരെ, ലൈക്ക് ദേ ആർ ഗോയിങ് ടു കീപ് ഒരു ട്രെൻഡായിട്ട്.